ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാനൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു മീൻ കറിയാണ്. ചാളയാണ് കിട്ടിയിരിക്കുന്നത്. ചാള വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചാള തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ മീൽസ് കഴിക്കുമ്പോൾ സാമ്പാറിൻ്റെ കൂടെ ഒരു നല്ലൊരു മീൻ കറി ഉണ്ടാവും. ആ ഒരു ടേസ്റ്റിലാണ് നമ്മളിന്ന് ചാള മീൻ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കതിലേക്ക് നാളികേരമാണ് എടുക്കുന്നത്. നാളികേരത്തിലേക്ക് ആദ്യം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. നാളികേരം, അതായത് ഇതൊരു നല്ലോണം ഒരു കപ്പ് നാളികേരമുണ്ട്. അപ്പോൾ എത്രയാണ് ചാള എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നാളികേരം നമുക്ക് ഒരു ചാറ് നമുക്കൊരു ഒഴിച്ചു കൂട്ടാനുള്ള ഒരു കറിയല്ലേ. അപ്പോൾ ആ കറിയിലേക്ക് വേണ്ട നാളികേരം എടുക്കാം. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് ചെറിയ ഉള്ളിയാണ് അരയ്ക്കാനാണ് നമ്മൾ ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്തിട്ട് അരച്ചു കൊടുക്കാം. ഇനി അതിൽ ഒരു കഷ്ണം ഇഞ്ചി, ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലോണം നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആദ്യം നമ്മൾ അത് ചെയ്യാം. നാളികേരം അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ചട്ടിയിലാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് 4-5 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ്, കുറച്ച് മീൻ കറി ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണം. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-1.5 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കും. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞത്, വളംപുളിയാണ്, അത് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ലവണ്ണത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കണ വരെ മാത്രം നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് മൂടിയെടുത്ത് മാറ്റാം. തുറന്ന് നോക്കാം. നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് വയ്ക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് വേവണം. പിന്നെ ആ മുളക് പൊടിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. എല്ലാം ഒന്ന് വേവണം. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് ചാറ് ഒന്ന് കുറുകിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിലൊന്ന് വരിക കേട്ടോ. ചെറിയ അധികം നല്ല വലിപ്പമൊന്നുമില്ലാത്ത ചാളയില്ലേ, അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മുറിച്ചും കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ആ മീനൊക്കെ ഒന്ന് വെന്ത് ആ ചാറും എല്ലാം ഒന്നും കൂടി കുറുകി നല്ല ഒരു ചാറായിട്ട് വരണം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചാള കറി, തേങ്ങ അരച്ചിട്ടുള്ള ചാളക്കറി. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പ് ശരിയാക്കി എടുക്കാം. ഉപ്പൊക്കെ പാകമാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. നമുക്കൊന്ന് വറുത്തിടാം. വെളിച്ചെണ്ണയാണ് വറുത്തിടാൻ ഉപയോഗിക്കേണ്ടത്. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി നമ്മൾ വറുത്തിട്ട ഉടനെ തന്നെ നമ്മളൊന്ന് മൂടി വെച്ചാൽ അതിൻ്റെ ആ കറിയിലേക്ക് നല്ല മണം കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ
മീൻ കറി ഉണ്ടാക്കി നോക്കൂ. എളുപ്പമാണ്. നമുക്ക് ആദ്യം ഒന്നും ചെയ്യണ്ട, നേരിട്ട് നമുക്ക് അരപ്പൊക്കെ വെച്ച് മീനൊക്കെ ഇട്ടിട്ട് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.